BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മലകളിൽ നിന്നടക്കം വലിയ തോതിൽ മണ്ണ് നീക്കാൻ അനുമതി നൽകാൻ ഏതെങ്കിലും ഏജൻസിക്ക് സർക്കാർ ചുമതല നൽകിയോ എന്ന് ഹൈക്കോടതി. പരിസ്ഥിതിക്ക് ഭീഷണിയായ മലകളിൽ നിന്ന് അടക്കം മണ്ണ് നീക്കുന്നത് തടയാൻ പര്യാപ്തമല്ലാത്ത ഖനന നിയമത്തിലെ ഭേദഗതി ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കവെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആരാഞ്ഞത്. വൻതോതിൽ മണ്ണ് നീക്കാൻ പോലും ഏതെങ്കിലും അംഗീകൃത ഏജൻസിക്ക് അനുമതി നൽകാമെന്ന കേരള മൈനർ മിനറൽ കൺസെഷൻ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി S. ഉണ്ണികൃഷ്ണനാണ് ഹർജി നൽകിയിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രകാരമുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനമായി. ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്തു. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള മുല്ലശ്ശേരി കനാൽ നവീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ മേയർ M. അനിൽകുമാർ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. മൈനർ ഇറിഗേഷൻ വകുപ്പ് പ്രതിനിധി മുല്ലശ്ശേരി കനാൽ റോഡ് പണി ആരംഭിച്ചതായും യോഗത്തിൽ അറിയിച്ചു. കമ്മട്ടിപ്പാടം ബണ്ട് മഴ തീരുന്ന മുറയ്ക്ക് പൂർത്തിയാക്കും. ഹൈക്കോടതി ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ജോലികൾക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട്. മഴവെള്ളം മംഗളവനത്തിലൂടെ ഒഴുക്കിവിടാനാണ് പദ്ധതി. റെയിൽവേയുടെ അധീനതയിലുള്ള 34 കലുങ്കുകളിൽ മാലിന്യം വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്നും മേയർ വ്യക്തമാക്കി. റെയിൽവേ ലൈൻ കടന്നുപോകുന്ന കലുങ്കുകളിൽ പുറമേ നിന്നുള്ളവർ വൃത്തിയാക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകളോ അപകടങ്ങളോ സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം വഹിക്കുമെന്നും മേയർ ചോദിച്ചു. കലുങ്ക് വൃത്തിയാക്കുന്നത് സംബന്ധിച്ച റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും മറുപടി ലഭിച്ചിട്ടില്ലെന്നും റെയിൽവേ പ്രതിനിധി അറിയിച്ചു. KSRTC ബസ് സ്റ്റാൻഡിനുള്ളിൽ വെള്ളം കയറിയുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റാൻഡിനുള്ളിലെ തറനിരപ്പ് 2 അടി ഉയർത്താൻ പദ്ധതിയായിട്ടുണ്ട്. 58 ലക്ഷം രൂപ ഇതിനായി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്നും TJ വിനോദ് MLA അറിയിച്ചു. തോരാമഴയില്ലെങ്കിലും എറണാകുളം ജില്ലയിൽ ഇടയ്ക്കിടെ ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയും കാറ്റും ഉണ്ടാകുന്നു. 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിന് മഴയ്ക്കൊപ്പം സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടയ്ക്കിടെ അറിയിപ്പും നൽകി വരുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന വിവരം ജാഗ്രത തുടരേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത്. എറണാകുളത്ത് വെള്ളിയാഴ്ച രാവിലെ മുതൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ അപ്പാടെ മാറി ഇരുണ്ടുമൂടി ശക്തമായ മഴ പെയ്യുകയായിരുന്നു. മഴയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് അധികൃതർ മുന്നോട്ടു പോകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 വരെയുള്ള 24 മണിക്കൂറിൽ ജില്ലയിൽ ശരാശരി 26.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വെള്ളിയാഴ്ച കാറ്റിലും മഴയിലും ഒരു വീടിന് ഭാഗിക നാശം സംഭവിച്ചു. എറണാകുളം ജില്ലയിലെ 89% പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലെന്ന സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് റിപ്പോർട്ട് നിലനിൽക്കെ അധികൃതർക്ക് നിസ്സംഗത. വലിയ പ്രകൃതിക്ഷോഭമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട സംവിധാനങ്ങളുടെ അപര്യാപ്തത ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്നും റിപ്പോർട്ടുണ്ട്. ജില്ലയിലെ 66 വില്ലേജുകളിൽ 57 ഉരുൾപൊട്ടൽ മേഖലയിലാണ്. ഇതിലെ 47 വില്ലേജുകൾ സാധ്യത കൂടിയവയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ജനസാന്ദ്രതയും കൂടുതലുണ്ട്. ഭൂമിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക, നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ഭൂമി കയ്യേറ്റവും അനധികൃത കെട്ടിട നിർമ്മാണവും തടയുക തുടങ്ങിയ മാർഗങ്ങൾ അവലംബിച്ച് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്നും സെസ് റിപ്പോർട്ടിൽ പറയുന്നു. യുവതി 3 കുട്ടികൾക്ക് സിസേറിയനിലൂടെ ജന്മം നൽകിയത് പകർത്തി വാട്സാപ്പിൽ പങ്കുവച്ചതിന് ഡോക്ടർ അടക്കമുള്ളവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. കണ്ണൂരിലെ പയ്യന്നൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന PP സുനിൽ, ജീവനക്കാരായിരുന്ന K. സുബൈർ എന്നിവരുടെ പേരിലുള്ള കേസാണ് റദ്ദാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് A. ബദ്രുദ്ദീൻ വ്യക്തമാക്കിയത്. കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ട പ്രതികൾ നൽകിയ ഹർജി തള്ളി. ഇത്തരം ഗൗരവകരമായ കേസുകൾ റദ്ദാക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. സിസേറിയന്റെ വീഡിയോയും ഫോട്ടോയും പ്രതികൾ എടുത്തിരുന്നു. അന്വേഷണത്തിൽ പോലീസ് ഇവരുടെ മൊബൈൽ ഫോണിലും ടാബിൽ നിന്നും ഇവ കണ്ടെടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും IT ആക്ടിലെയും വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം. പ്രതികളുടെ നടപടി യുവതിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന നടപടിയായിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ MP പ്രശാന്ത് വാദിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
ഏലൂർ ഡിപ്പോ കടവിൽ ശുചീകരണത്തിന്റെ പേരിൽ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബണ്ട് പോലെ വാരിക്കൂട്ടിയ ചെളിബണ്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയാർ കുത്തിയൊലിച്ചിട്ടും തകർന്നില്ല. പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഈ ബണ്ടുകളും പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിലെ 2 ഷട്ടറുകൾ ഉയർത്തുന്നതിൽ നേരിട്ട കാലതാമസവുമാണ് ഏലൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായത്. ഡിപ്പോ കടവ് തീരത്ത് 2018 മുതൽ 3 കിലോമീറ്ററോളം ദൂരത്തിൽ പുഴ പകുതിയോളം എക്കലും പുല്ലും നികന്നു കിടക്കുകയാണ്. ഇതിനു പുറമെയാണ് ഡിപ്പോ കടവിന് സമീപം ശുചീകരണത്തിന്റെ പേരിൽ ചെളിയും മണലും പുഴയുടെ മധ്യം വരെ ബണ്ട് പോലെ വാരിക്കൂട്ടിയതും. ഇത് നീക്കം ചെയ്യാതെ കടവ് ശുചീകരണത്തിനെത്തിയ കരാറുകാരൻ സ്ഥലം വിടുകയും ചെയ്തിരുന്നു. ഏലൂർ ഡിപ്പോ കടവിൽ 1.5 മീറ്റർ ആഴത്തിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ 50 മീറ്റർ വീതിയിൽ എക്കലും മണ്ണലും നീക്കുന്നതിന് 2020 ഇറിഗേഷൻ വകുപ്പ് 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ ഇതിന് അനുമതി നൽകിയില്ല. 4 വർഷത്തിനുള്ളിൽ എക്കലിന് മുകളിൽ പുല്ലും കാടും വളർന്നു, ഒഴുക്കും നിലച്ചു. കോടിക്കണക്കിന് രൂപ ചെലവിട്ടാലേ പുഴയെ സംരക്ഷിക്കാനാകും. പുഴയുടെ ദുരവസ്ഥ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും ഇറിഗേഷൻ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ ജില്ലാ ദുരന്ത നിവാരണ സമിതിയോ തൊട്ടു സമീപത്തുള്ള വില്ലേജ് അധികാരികളോ സ്ഥലം സന്ദർശിച്ചിട്ട് പോലുമില്ല. പാതാളം റെഗുലേറ്റർ പാലത്തിന് സമീപം ഏലൂർ DDCക്ക് താഴെ പുഴയിലെ ചെളി വാരിമാറ്റുന്നതിന് 6 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും അതിനും അനുമതി നൽകിയില്ല. ഏലൂർ പാതാള ലോക്ക് ഷട്ടറിനിടയിലെ ചോർച്ചയ്ക്ക് കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിന് 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുവദിച്ചില്ല. പുഴയിൽ നിന്നും നീക്കം ചെയ്യുന്ന എക്കലും മണലും സംഭരിക്കുന്നതിന് സ്ഥലം കണ്ടെത്തി നൽകാനും അധികാരികൾ തയ്യാറായില്ല. YSN ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണം. ഏരൂർ റോഡിലേക്കും പുതിയകാവ് ആമേട റൂട്ടിലേക്കും കൂടുതൽ ബസ് സർവീസ്. നഗരത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ 6-നും PWD റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിക്കുന്ന ജനകീയ സദസ്സിൽ ജനങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. K. ബാബു MLA നേതൃത്വം നൽകുന്ന സദസ്സിൽ ബസ് സർവീസുകൾ ഇല്ലാത്തതും നിർത്തിപ്പോയതുമായ റൂട്ടുകളെക്കുറിച്ചുള്ള പരാതികളും സമർപ്പിക്കാം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.